Then I am going to take the remaining part of the lesson. The Snake and the Mirror are written by Bepur Sultan Vaikam Muhammad Bashir, the son of Kerala. The son of Kerala. Keralathinte putran. മനസ്സിലായല്ലോ. Then നമ്മളതിൽ the last class we have studied the page number 29. Then now we are going to study the next page 30, paragraph number 4. Then listen here. ഓക്കെ, ഞാൻ വായിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, പുസ്തകത്തിൽ നോക്കുക. I took off my black coat, white shirt and not so white vest and hung them up. നമ്മളറിയാം, അപ്പോൾ the narrator of the story is a homeopathy doctor. ഈ കഥ വിവരിക്കുന്നത് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്, നിങ്ങൾക്കറിയാം. Then he was alone in his room. അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. Once or one day he returned to his room from the restaurant late at night. രാത്രിയിൽ, വളരെ അർദ്ധരാത്രിയിൽ എന്താണ്, ഒരു അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ആഹാരം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്നു. When he opened the door, he heard a sound from above. അപ്പോൾ അദ്ദേഹം വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. It was a familiar sound. ഇത് പരിചിതമായ ഒരു ശബ്ദമായിരുന്നു. Then he could understand that the sounds made by the rats. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കിയത് ആരായിരുന്നു എന്നാണ്, എലികളാൽ ഉണ്ടാക്കിയ ശബ്ദമായിരുന്നു എന്നുള്ളതാണ്. When he entered the room, മുറിയിൽ പ്രവേശിച്ചതിന് ശേഷം, he took off his black coat. Then come to the point. I took off my black coat. Took off ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഫ്രൈസൽ വെർബാണ് അത്. took off, removed, മാറ്റി. അതിൻ്റെ പ്രസന്റ് ടെൻസ് ടേക്ക് ഓഫ് ആണ്. അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ടേക്ക് ഓഫ്, റിമൂവ്, മാറ്റുക. ടേക്ക് ഓഫിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് took off. I took off my black coat. അപ്പോൾ മുറിയിൽ കയറിയതിന് ശേഷം ഈ ഹോമിയോപ്പതി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കറുത്ത കോട്ട് ഊരി മാറ്റി. ദെൻ വൈറ്റ് ഷർട്ട്, കറുത്ത കോട്ട് ഊരി മാറ്റിയതിന് ശേഷം അടുത്ത് വെളുത്ത ഷർട്ട് ഊരി മാറ്റി. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. വെസ്റ്റ് എന്ന് വെച്ചാൽ ബനിയൻ, അണ്ടർ ഗാർമെൻ്റ് ആണ്. നോട്ട് സോ വൈറ്റ്, പ്രത്യേകം പറയും, നോട്ട് സോ വൈറ്റ്, നന്നായി വെളുത്തതല്ലാത്ത, നന്നതായി അല്ലെ നല്ല രീതിയിൽ വെളുത്തതല്ലാത്ത ബനിയനും ഊരി മാറ്റി. ആൻഡ് ഹങ് ദം അപ്പ്. അപ്പോൾ ചുവരിൽ ഒരു ആണി അടിച്ചിരുന്നിരിക്കണം. ആ ആണിയിലേക്ക് അല്ലെങ്കിൽ ഉടുപ്പ് തൂക്കിയിലേക്ക് ഷർട്ടിടുന്ന അല്ലെങ്കിൽ ഹാങ്ങറിലേക്ക് ആ മൂന്നെണ്ണത്തിനെയും തൂക്കി മാറ്റി. അപ്പോൾ ഹി ടുക്ക് ഓഫ് ഹിസ് ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. പിന്നെ എന്താ ചെയ്തത് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ? നോക്കിയേ. ഐ ഓപ്പൺഡ് ദ 2 windows in the room. അപ്പോൾ ഉടുപ്പ് ഊരി മാറ്റിയതിന് ശേഷം ഹി ഓപ്പൺഡ് ദ 2 windows in the room. മുറിയിലെ 2 ജനാലകൾ തുറന്നിട്ടു. ഹി ഓപ്പൺഡ് ദ 2 windows in the room. മുറിയിലെ 2 ജനാലകൾ തുറന്നിട്ടു. ഇറ്റ് വാസ് an outer room with one wall facing the open yard. എന്താണ്? ഇറ്റ് വാസ് an outer room, പുറത്തുള്ള മുറിയായിരുന്നു ഇത്. ഇപ്പോൾ ഇദ്ദേഹം വാടകയ്ക്കെടുത്ത മുറിയാണ് ഇത്, പുറത്തുള്ള മുറിയായിരുന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ ഈ മുറിയുടെ ഒരു ചുവര് എന്താണ്, പുറത്തുള്ള ചുവരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചുവരിലായിരുന്നിരിക്കണം ജനാല ഉണ്ടായിരുന്നതെന്ന്. ഇറ്റ് വാസ് an outer room, ഇത് പുറത്തുള്ള മുറിയായിരുന്നു. വിത്ത് 1 wall, അത് ഒരു ചുവര്, ഫേസിങ്, അഭിമുഖീകരിക്കുക. ദ ഓപ്പൺ യാർഡ്, യാർഡ് മുറ്റം, തുറസായ മുറ്റത്തെ അഭിമുഖീകരിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മുറിയുടെ ഒരു ചുവര്
അത് പുറത്തുള്ള ചുവരായിരുന്നു. അത് കഴിഞ്ഞാൽ എന്തായിരുന്നു? തുറന്ന മുറ്റമായിരുന്നു, തുറസായ മുറ്റമായിരുന്നു. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ഇതെന്താണ്? ടൈൽഡ് റൂഫ്, ഓടുമേഞ്ഞ മേൽക്കൂരയുണ്ടായിരുന്നു. ഇവിടെ ഈ മുറിക്ക് ഉണ്ടായിരുന്നത് ഓടുമേഞ്ഞ മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. വിത്ത് ലോങ് സപ്പോർട്ടിംഗ് കേബിൾസ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. ഈ ഗേബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലക്കഴുക്കോല് ചെന്ന് കയറുന്ന സ്ഥലം. മൂലക്കഴുക്കോലിൻ്റെ പ്രത്യേകതയുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നു? ചിത്രത്തിൽ നോക്കി അറിയാം മൂലക്കഴുക്കോലുണ്ട്. ആ മൂലക്കഴുക്കോൽ നിന്നാണ് എന്ത് ചെയ്ത് ചെറിയ അല്ലെങ്കിൽ കഴുക്കോലുകൾ രണ്ട് ഭാഗത്തേക്കും പോകുന്നത്. ഈ മൂലക്കഴുക്കോൽ എവിടെ ഉറപ്പിച്ചിരിക്കുന്നു? ബീമിൽ, അതായത് എന്താണ്? തൂണിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഗ്യാബിൾസിൻ്റെ അർത്ഥം ദ അപ്പർ പാർട്ട് ഓഫ് ദ എൻഡ് ഓഫ് വാൾ, എൻഡ് ഓഫ് എ വാൾ എന്നാണ്. അതവിടെ എഴുതിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ നോട്ട്സ്. ദെൻ അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. അപ്പോൾ എന്താണ്? ഇതൊരു എന്താണ്? ഓടുമേഞ്ഞ മേൽക്കൂരയുള്ള ഭവനമായിരുന്നു. there was no ceiling. എന്താണ്? there was no ceiling. ഇതിൽ എന്താണ്? തട്ടിൻപുറം ഉണ്ടായിരുന്നില്ല. അതായത് സീലിംഗ് ഉണ്ടായിരുന്നു. സീലിംഗ് അറിയാമല്ലോ, ചൂടൊക്കെ താങ്ങാനായിട്ട്, ചൂടൊന്നും വരാതിരിക്കാനായിട്ട് എന്താണ്? റൂഫിന് താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ഓടിന് താഴ്ഭാഗത്ത് വൃത്തിയാക്കി അടിച്ചിട്ടുള്ള അതാണ്. സീലിംഗ് ഉണ്ടായിരുന്നില്ല. there was a regular traffic of rats to and from the beam. to and from, അങ്ങോട്ടും ഇങ്ങോട്ടും, here and there. അപ്പോൾ ഈ മൂലക്കഴുക്കോലിലൂടെ ആയിരുന്നു തുടർച്ചയായിട്ട് എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. എന്താ പറഞ്ഞേ? there was a regular traffic, യാത്ര. there was a regular traffic of rats to and from the room, to and from the beam. ഈ ബീമിൽ നിന്നും, ബീമിലൂടെ എന്താണ്? ഈ മൂലക്കഴുക്കോലിലൂടെ എന്ത് ചെയ്യുന്നു? എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിരുന്നു. ടു ആൻഡ് ഫ്രം, ഹിയർ ആൻഡ് ദെയർ, അപ്പ് ആൻഡ് ഡൗൺ എന്നൊക്കെയാണ് അർത്ഥം. എന്ത് ചെയ്യുന്നു? there was a regular traffic of rats to and from the beam. I made my buds and pulled it close to the wall. അപ്പോൾ എന്താണ്? അപ്പോൾ ഞാൻ ഒരുപക്ഷേ മുറിയുടെ മധ്യഭാഗത്തായിരിക്കണം എന്താണ് ബെഡ് കിടന്നിരുന്നത്. അതിനെ എന്താണ്? തള്ളി എന്താണ്? ഈ എന്താണ്? ചുവരിനോട് ചേർത്തിട്ടു കിടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ്? ഐ മെയ്ഡ് മൈ ബഡ്സ് ആൻഡ് പുൾഡ്, തള്ളി, ഇറ്റ് ക്ലോസ് ടു ദ വാൾ, ചുവരിനോട് ചേർത്തിട്ടു. ഒരുപക്ഷേ ചുവരിനോട് ചേർന്ന് എന്ത് ചെയ്യുന്നു? ജനാല ഉണ്ടായിരിക്കണം. ആ പുറത്തുള്ള തണുത്തുള്ള വായു എന്ത് ചെയ്യും? ജനാലയുടെ അകത്ത് കിട്ടാൻ വേണ്ടി ആയിരിക്കണം ജനാലിൻ്റെ സമീപത്തേക്ക് ഈ അല്ലെങ്കിൽ ബെഡിനെ തള്ളി മാറ്റിയത്. ഹീ ലേ ഡൗൺ, അദ്ദേഹം ആ കിടക്കയിൽ, ഐ ലേ ഡൗൺ, ഞാൻ ആ കിടക്കയിൽ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ഐ ഗോട്ട് അപ്പ്, ഞാൻ എണീറ്റു. ആൻഡ് വെന്റ് ഔട്ട് ടു ദ വരാന്ത. വരാന്ത സാധാരണ നമ്മൾ മലയാള വാക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കിടക്കയിൽ നിന്നും എണീറ്റു, ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. എന്തിന്? ഫോർ എ ലിറ്റിൽ എയർ, കുറച്ച് വായുവിന് വേണ്ടി. ബട്ട് ദ വിൻഡ് ഗോഡ്, എന്നാൽ കാറ്റ് ദേവത, സീംഡ്, കാണപ്പെട്ടു, ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്, കാറ്റ് ദേവതയുടെ സമയം കഴിഞ്ഞതായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ പറയാം. എന്താ പറഞ്ഞത്? ഹോമിയോപ്പതി ഡോക്ടർ took off his black coat, white shirt and not so white vest and hung them up. Then he opened the two windows in the room. It was an outer room. ഇത് പുറത്തുള്ള മുറിയായിരുന്നു. It had a tiled roof. ഇതെന്ത് ചെയ്യുന്നു? ഓടുമേഞ്ഞ മേൽക്കൂര ഉണ്ടായിരുന്നു. there was no ceiling ഉണ്ടായിരുന്നില്ല. there was a regular traffic of rats to and from the beam. There was a regular traffic of rats to and from the beam. He made his bed and pulled it close to the wall. He lay down, but he could not sleep. അദ്ദേഹം അവിടെ കിടന്നു, എന്നാൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. So then he got up from the bed and went out to the veranda for a little air. അദ്ദേഹം കിടക്കയിൽ നിന്നും എണീറ്റ് വരാന്തയിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഒരല്പ കാറ്റ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട്. Then but the wind god seemed to have taken
ടൈം ഓഫ് എന്താണ് ബിൻഡ് ഗോഡിൻ്റെ എന്താണ് സമയം കഴിഞ്ഞതായി തോന്നിയെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക്. ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം, ഞാൻ മുറിയിലേക്ക് തിരിച്ചുപോയി. ഐ വെൻ ബാക്ക് റിട്ടേൺഡ്. ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം, ഞാൻ മുറിയിലേക്ക് തിരിച്ചുപോയി. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. അപ്പോൾ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ഹോമിയോപ്പതി ഡോക്ടർ വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും എന്ത് കിട്ടിയില്ല? കാറ്റ് എന്താണ് വായു കുറവായിരുന്നു, തണുത്ത എന്താണ് വായു കുറവായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി റിട്ടേൺ ഹിസ് റൂം, മുറിയിലേക്ക് തിരിച്ചുപോയി. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ഹിസ് ചെയർ, അദ്ദേഹത്തിൻ്റെ കസേരയിലിരുന്നു. അപ്പോൾ ഐ വെൻ ബാക്ക് ഇൻ ടു ദ ചെയർ, ഐ വെൻ ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. മനസ്സിലായി കാണും. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ, ബിനീത്ത് അണ്ടർ, ചുവട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു മേശ ഉണ്ടായിരുന്നു. മേശയുടെ അടിയിൽ എന്ത് ചെയ്യുന്നു? ഒരു ബോക്സ്, ഒരു പെട്ടി ഉണ്ടായിരുന്നു. പെട്ടിയിലിരുന്ന ഒരു പുസ്തകത്തിനെ പുറത്തെടുത്തു എന്നാണ്. നോക്കുക. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ആ ബുക്ക് എന്താണ്? മേശയുടെ അടിയിലുണ്ടായിരുന്ന ഒരു പീഞ്ഞപ്പെട്ടി, ഒരു പെട്ടി എടുത്തു, അത് തുറന്നു, അതിൽ നിന്ന് വായിക്കാനായിട്ട് ഒരു പുസ്തകം എടുത്തു. പുസ്തകത്തിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, മെറ്റീരിയ മെഡിക്ക. അപ്പോൾ മെഡിസിനുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന പുസ്തകം വായിക്കാനായിട്ട് പുറത്തെടുത്തു. ഐ വെൻ ബാക്ക് into the room and sat down on his chair. Then he opened the box beneath the table and took out a book to read. The name of the book was Materia Medica. I opened it at the table. മേശ പുറത്ത് വച്ച് ഞാൻ പുസ്തകത്തിനെ തുറന്നു. I opened it at the table. എന്താണ്? മേശ പുറത്ത് വെച്ച് ആ പുസ്തകം തുറന്നു. On which, ആ മേശയുടെ പുറത്ത്, stood a lamp and a large mirror. A small comb lay beside the mirror. അപ്പോൾ ആ മേശപ്പുറത്ത് പുസ്തകമല്ലാതെ 3 കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? അപ്പോൾ ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച്, ആ മേശപ്പുറത്ത്, സ്റ്റുഡ് എ ലാമ്പ്, ഒരു വിളക്കുണ്ടായിരുന്നു. ദെൻ എ ലാർജ് മിറർ, ഒരു വലിയ നിലക്കണ്ണാടി ഉണ്ടായിരുന്നു. ആൻഡ് എ സ്മാൾ കോംബ്, ഒരു ചെറിയ ചീപ്പും ഉണ്ടായിരുന്നു. ലേ കിടന്നു, ബൈ ദ സൈഡ് ഓഫ് ദ മിറർ. അപ്പോൾ ഈ എന്താണ് മിററിൻ്റെ, ഈ നിലക്കണ്ണാടിയുടെ സമീപത്തായിട്ട് ഒരു ചെറിയ ചീപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞേ? Then he returned his room and sat on his chair. Then he opened the box and took out a book to read. Then he opened it at the table on which stood a lamp, a large mirror, and a comb lay beside the mirror. That is all. Then next next paragraph. One feels tempted. Tempted എന്നാണ് പ്രേരിപ്പിക്കപ്പെടുക. ഒരാളിന് പ്രേരണ ഉണ്ടായേക്കാം. To look into the mirror when it is near. മനസ്സിലാക്കണം. നമ്മൾ നിലക്കണ്ണാടി കാണുമ്പോഴേക്കും നിലക്കണ്ണാടിയിലേക്ക് നോക്കുവാനുള്ള ഒരു പ്രേരണ എല്ലാവർക്കും ഉണ്ടാവില്ലേ? നമ്മൾ നിലക്കണ്ണാടി അടുത്ത് കാണുകയാണ്. ഒരു നിലക്കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ചെന്ന് നമ്മുടെ സൗന്ദര്യം നമ്മൾ ആ കണ്ണാടിയുടെ നോക്കാറുണ്ട്. അപ്പോൾ അത് മിക്കവാറും ക്ലോസ് ലുക്കൊക്കെയാണ് നോക്കിക്കളയും, അടുത്ത് നോക്കിക്കളയും. എന്താണ്? അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ണാടി കണ്ടപ്പോഴേക്കും, പുസ്തകം വായിക്കാനാണ് ഇരുന്നത് എങ്കിലും ഫ്രണ്ടിൽ നിലക്കണ്ണാടി കണ്ടപ്പോഴേക്കും നിലക്കണ്ണാടിയിൽ നോക്കണമെന്നുള്ള ആഗ്രഹം ഒരു പക്ഷേ ഈ ഹോമിയോപ്പതി ഡോക്ടർക്ക് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. One feels tempted to look into the mirror when it is near. ഈറ്റെന്ന് വെച്ചാൽ എന്താണ്? നിലക്കണ്ണാടിയാണ്. ഒരു നിലക്കണ്ണാടി അടുത്തുണ്ടായിരിക്കുമ്പോൾ അതിലേക്ക് നോക്കാനായിട്ടുള്ള പ്രേരണ, ഒരുപക്ഷെ ഉൾപ്രേരണ അല്ലെങ്കിൽ ഉൾപ്രേരണ ഉണ്ടായേക്കാം. ഐ ടുക്ക് എ ലുക്ക്, ഞാനൊരു നോട്ടം നോക്കി. എവിടെ? കണ്ണാടിയില്ല. ഐ ടുക്ക് എ ലുക്ക്, ഞാനൊരു നോട്ടം നോക്കി. ഇൻ ദോസ് ഡേയ്സ്, ആ കാലഘട്ടങ്ങളിൽ, അതായത് ആ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ചെറുപ്പമായിരുന്നിരിക്കണം. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. അഡ്മിറർ മീൻസ് ആരാധകൻ, ബ്യൂട്ടി സൗന്ദര്യം. ആ കാലഘട്ടത്തിൽ സൗന്ദര്യ ആരാധകനായിരുന്നു ഞാൻ. വളരെയധികം സൗന്ദര്യത്തെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സുന്ദരനായി കാണപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. In those days I was a great admirer of beauty and I believe in making myself look handsome. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു.
എന്താണ്, ഞാൻ എപ്പോഴും ലുക്ക് ഹാൻസം, മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം, എപ്പോഴും സ്വയം ഹാൻസം, സുന്ദരൻ. ബ്യൂട്ടിഫുൾ എന്ന വാക്ക് സ്ത്രീകളുടെ ബന്ധപ്പെട്ടും ഹാൻസം എന്ന വാക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളെന്ത് പറയുന്നു, അപ്പോൾ എപ്പോഴും ഞാൻ സുന്ദരനായി കാണപ്പെടും, എപ്പോഴും എന്താണ് വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി കാണപ്പെടണമെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ആളായിരുന്നു നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ. ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി, ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് പ്രസൻസ് സാന്നിധ്യം, എനിക്ക് ഇപ്രകാരം ഒരു തോന്നലുണ്ടായിരുന്നു. 10 പേര് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ സാന്നിധ്യം എല്ലാവരും ശ്രദ്ധിക്കപ്പെടണം എന്നാഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഞാനെന്ന് പറഞ്ഞ മനസ്സിലായി കാണും. എന്താ പറഞ്ഞത്, എന്ത് ചെയ്യുന്നു, കുറേ ആൾക്കാർ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർ പ്രത്യേകം നിരീക്ഷിക്കും. അതുപോലെ എന്ത് ചെയ്യുന്നു, 10 പേര് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. അതിനാൽ കൂടുതൽ സുന്ദരനായി അല്ലെങ്കിൽ സുമുഖനായി കാണപ്പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ഈ ഹോമിയോപ്പതി ഡോക്ടർ. ഐ പിക്ഡ് അപ്പ് ദ കോംബ്, അടുത്ത ഒരു ഹാബിച്വൽ ആക്ഷനാണ്. ഐ പിക്ഡ് അപ്പ് ദ കോംബ്, നിലക്കണ്ണാടി കണ്ടാൽ നിലക്കണ്ണാടി സമീപത്ത് ചീപ്പുണ്ടെങ്കിൽ അറിയാതെ ചീപ്പ് തല കോതും. അതുപോലെ പറയണം, ഐ പിക്ഡ് അപ്പ് ദ കോംബ്, ഞാൻ ചീപ്പ് എടുത്തു. ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ, ഞാൻ എൻ്റെ തലമുടിയിലൂടെ ഓട്ടിച്ചു. എന്ന് വെച്ചാൽ കോംബ് എന്ന ചീകി. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ, ഞാൻ എൻ്റെ തലമുടിയിലൂടെ ഓട്ടിച്ചു. ആൻഡ് അഡ്ജസ്റ്റഡ്, ക്രമീകരിച്ചു. ദ പാർട്ടിങ്, പിരിഞ്ഞു നിൽക്കുന്ന, പാർട്ടിങ് എന്താണ്, സെപ്പറേറ്റിംഗ് എന്നാണ്. പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്, ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് നല്ല രീതിയിലും നീറ്റ് വൃത്തിയും വെടുപ്പുമായി കാണപ്പെടുന്നതിലേക്ക് വേണ്ടി കുലഞ്ഞ തലമുടി എന്ത് ചെയ്തു, ഉലഞ്ഞു നിൽക്കുന്ന തലമുടിയെ ആ ചീപ്പെടുത്ത് കോതി ഒതുക്കി. നിലക്കണ്ണാടി കണ്ടപ്പോൾ ഉണ്ടായ ആ തോന്നലാണ്. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് the parting so that it looked straight and neat. Again I heard that sound from above. അപ്പോഴേക്കും മുകളിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. കേൾക്കുകയുണ്ടായി. I took a close look at my face in the mirror. അപ്പോൾ നിലക്കണ്ണാടിയുടെ അടുത്ത് എന്ന് എൻ്റെ മുഖത്തേക്ക് അടുത്ത് എന്ന് ക്ലോസ് ലുക്ക്, വളരെ അടുത്തൊരു നോട്ടം നോക്കി. I took a close look at my face. ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ, ആ നിലക്കണ്ണാടിയിൽ അടുത്ത് ചെന്ന് ഒരു ക്ലോസ് ലുക്ക് നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ, ആ നിലക്കണ്ണാടിയിൽ നോക്കിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഞാൻ എടുത്തു. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ, വളരെ പ്രധാനപ്പെട്ട തീരുമാനം. എന്താണ്, വാട്ട് വാസ് ദ ഡിസിഷൻ? ഐ വുഡ് ഷേവ് ഡെയിലി. എനിക്കെന്താണ്, തീരുമാനം ഭയങ്കര രസമാണ്, ദിവസവും എനിക്ക് ഷേവ് ചെയ്യണം. ആൻഡ് ഗ്രോ എ തിൻ, വളർത്തണം. എ തിൻ മീൻസ് മെലിഞ്ഞ, മൗസാഖ് മീൻ മേൽവീശ. ടു ലുക്ക് മോർ ഹാൻസം, താൻ വളരെ ഹാൻസമായി കാണപ്പെടാൻ വേണ്ടി, വളരെ സുമുഖനായി കാണപ്പെടാൻ വേണ്ടി ഈക്കിൽ പോലെയുള്ള ഒരു മീശ വളർത്തണം, ദിവസവും ഷേവ് ചെയ്യണമെന്നും ഞാൻ തീരുമാനിച്ചു. ഐ വാസ് ആഫ്റ്റർ ആൾ എ ബാച്ചിലർ. അതിൻ്റെ ബാച്ചിലർ എന്ന് വെച്ചാൽ അൺമാരീഡ് എന്നാണ്. ഞാനൊരു ബാച്ചിലർ അല്ലേ, അതുമല്ല ഞാനൊരു ഡോക്ടർ അല്ലേ, എന്തുകൊണ്ട് ഞാൻ സുന്ദരനായി കാണപ്പെട്ടുകൂടാ എന്നാണ് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോൾ ഈ പേജ് തീർന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ടൈം നൗ, ടൈം ഈസ് ഓവർ. സോ I shall conclude my class. Thank you very much.